ഹായ്, വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹൈറൈഡർ ഹൈബ്രിഡ് ജി വേരിയന്റ് ആണ്. നേരത്തെ നമ്മൾ എസ് വേരിയന്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേരിയന്റിൽ നിന്നും ജി ഹൈബ്രിഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ടെന്നുള്ളതും അതിന്റെ പ്രൈസിങ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ എസ് ഹൈബ്രിഡിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഐ ബട്ടണിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും ഈ ജി ഹൈബ്രിഡിലും എസ് ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളും എല്ലാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓട്ടോ LED ഹെഡ് ലാംപ്സ് ആണ് ഈ ഒരു ജി ഹൈബ്രിഡിൽ വരുന്നത്. അതേസമയം എസ് വേരിയന്റിലാവുമ്പോൾ ബൈ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് വരുന്നത്. അതുപോലെ ഫോളോ മീ ലാംപ്സും ജി ഹൈബ്രിഡിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ എസും അതുപോലെ ജി ഹൈബ്രിഡും തമ്മിൽ നമുക്ക് പെട്ടെന്നൊരു വ്യത്യാസം മനസ്സിലാവത്തില്ല. ഇതിൽ വരുമ്പോൾ ഈ ടെയിൽ ലാംപ്സ് സെയിം LED ടെയിൽ ലാംപ്സ് ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള LED ടെയിൽ ലാംപ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ ഡീഫോഗർ ലൈൻസ് എസ് ഹൈബ്രിഡിൽ വരുന്നുണ്ട്. ഷാർഫിൻ ടൈപ്പ് ആൻറ്റിന എസിൽ വരുന്നുണ്ട്. അതുപോലെ ജിയിലും അത് തന്നെയായിരിക്കും തുടരുന്നത്. പിന്നെ ഇൻബിൽട്ട് സ്പോയിലർ വരുന്നുണ്ട്. റയർ മൗണ്ട് ഹൈ മൗണ്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. ഡീഫോഗർ ലൈൻസ് എസ് വേരിയന്റിലും ഉണ്ട്. അതുപോലെ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് വൈപ്പർ എക്സ്ട്രാ വരുന്നുണ്ട്. വാഷറും വൈപ്പറും വരുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു റെയറിൽ എസും ജിയും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു സിൽവർ ഇൻസെർട്ടിലാണ് ടൊയോട്ടയുടെ എംബ്ലം വരുന്നത്. അതുപോലെ ഒരു സ്കിഡ് പ്ലേറ്റ് ടൈപ്പ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് സെൻസേഴ്സും വരുന്നത്. അവിടെ നമ്മളൊരു സിൽവർ ആക്സസറി കൂടി നോർമൽ രീതിയിൽ വരുന്നുണ്ട്. അത് ആ ലുക്ക് തന്നെ മാറ്റും. ആ ഒരു ബമ്പേഴ്സിലായാലും അതുപോലെ അതിൽ വരുന്ന സ്കിഡ് പ്ലേറ്റ് ആ ഒരു ഡിസൈൻ, അതുപോലെ റിവേഴ്സ് ക്യാമറ, ഇതിലൊന്നും ഏതൊരു ചേഞ്ചസും എസും ജിയും തമ്മിൽ ഇല്ല. ഇനി ബൂട്ടിനകത്തേക്ക് പോയാലും കഥ സെയിം തന്നെയാണ്. സെയിം ബൂട്ട് സ്പേസ് ആണ്. കാര്യം ബാറ്ററി പാക്ക് വരുന്നുണ്ട്. നോർമൽ നിയോ ഡ്രൈവിനെ അപേക്ഷിച്ച് ഈ ഹൈബ്രിഡ് വേരിയൻസിൽ ബൂട്ട് സ്പേസ് കുറവാണ്. അതുപോലെ ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 12 പോയിന്റ് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റ് ഫോൾഡബിൾ സീറ്റ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അവിടെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഒരു ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ. ഈ നമുക്ക് ആ താഴെ ഇരിക്കുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുള്ളായിട്ടൊന്ന് ഹാങ് ചെയ്തിടാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. എസ് വേരിയന്റിലും ഇത് സെയിം തന്നെയാണ് വരുന്നത്. എക്സ്റ്റീരിയറിൽ പിന്നെ വരുന്ന വ്യത്യാസം അലോയ് വീൽസ് ആണ്. എസ് വേരിയന്റിൽ അലോയ് വീൽസിൽ, ജിയിലേക്ക് വരുമ്പോൾ അലോയ് വീൽസ്, അതുപോലെ റൂഫ് റെയിൽസും ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ അതാണ് ഈ ഒരു എസും ജിയും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്. ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. എസ് വേരിയന്റിൽ സ്റ്റീൽ വീൽസും അതുപോലെ വീൽ ക്യാപ്സും ആണ് വരുന്നത്. റൂഫ് റെയിൽസ് അതിൽ മിസ്സിംഗ് ആണ്. പക്ഷേ ജി വേരിയന്റിൽ അതുണ്ട്. അതേസമയം ഇന്റീരിയറിലാണ് ഒരു വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. ഇന്റീരിയറിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ 4 സ്പീക്കേഴ്സ് ആണ് എസ് വേരിയന്റിൽ വരുന്നത്. ആ 4 സ്പീക്കേഴ്സിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ 2 ട്യൂറ്റേഴ്സും വരുന്നുണ്ട്. അതുപോലെ ആർക്കമീസിന്റെ ഒരു സൗണ്ട് ട്യൂണിംഗ് സിസ്റ്റം കൂടി ഇതിൽ ജി വേരിയന്റിൽ ആഡപ്പോണായി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇത് 7 ഇഞ്ച് ആയിരിക്കും എസ് വേരിയന്റിൽ വരുന്നത്. അതേസമയം ഇതിൽ വരുമ്പോൾ 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. അതാണ് വിസിബിൾ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ഇന്റീരിയറിൽ വരുന്ന ഒരു ചേഞ്ച്. അതുപോലെ വയർലെസ് ചാർജിങ് ആയിരിക്കും ഈ ഒരു വേരിയന്റിൽ വരുന്നത്. അതുപോലെ പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും വാനിറ്റി മിറർ വിത്ത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എസ് വേരിയന്റിൽ അവൈലബിൾ അല്ല. അതൊക്കെയാണ് ഇതിൽ വരുന്നൊരു ചേഞ്ചസ്. പിന്നെ അതുപോലെ ടൊയോട്ട ഐ കണക്റ്റും ഈ ഒരു വേരിയന്റിലായിരിക്കും വരുന്നത്. നമ്മൾ ഇന്റീരിയറിൽ കയറിയിരിക്കുമ്പോൾ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് ജി വേരിയന്റിൽ ഈ പാനോരമിക് സൺറൂഫ് തന്നെയാണ്. അതേസമയം നിയോ ഡ്രൈവിൽ ഈ ഒരു പാനോരമിക് സൺറൂഫ് കാണത്തില്ല. എസ് വേരിയന്റിലും സൺറൂഫ് വരുന്നില്ല. അതാണ് ആ ഒരു ഡിഫറൻസ്. എസും ജിയിലോട്ടും ആകുമ്പോഴുള്ള മെയിനായിട്ടുള്ളൊരു ചേഞ്ച് ഈ സൺറൂഫ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 23,11,524 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അതേസമയം ഡുവൽ ടോൺ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു 24,000 രൂപ ഡിഫറൻസ് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഡിസംബർ ഓഫേഴ്സ് ഇപ്പോഴും റണ്ണിങ് ആണ്. അതേസമയം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള 2025 പ്രൈസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഓഫേഴ്സും കാര്യങ്ങളും ഒന്നും ഇതുവരെ അനൗൺസും ചെയ്തിട്ടില്ല. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.